ഹായ്, വെൽക്കം ബാക്ക് ടു അനദർ വീഡിയോ. നമ്മുടെ വീഡിയോസിന് കാര്യമായിട്ട് വ്യൂസ് ഇങ്ങനെ ഡിക്ലൈൻ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ബട്ട് സബ്സ്ക്രൈബർ കൗണ്ട് കൂടുന്നുണ്ട്. ബട്ട് സ്റ്റിൽ വ്യൂസ് ആർ ഡിക്ലൈനിങ്. മൾട്ടിപ്പിൾ റീസൺസ് ഉണ്ട്. മെയിൻ റീസൺ ഞാൻ ഒട്ടും കൺസിസ്റ്റൻ്റ് ആവാത്തതുകൊണ്ടാണ്. സോറി ഫോർ ദാറ്റ്. ബട്ട് എനിക്ക് ടൈം കിട്ടുമ്പോഴും നല്ല ന്യൂസ് ഉള്ളപ്പോൾ മാത്രമേ ഞാൻ വീഡിയോസ് പോസ്റ്റ് ചെയ്യാറുള്ളൂ. സോ നമുക്ക് വിതൗട്ട് ഫർദർ അഡ്യൂ ലെറ്റ്സ് സ്റ്റാർട്ട് ടുഡേയ്സ് വീഡിയോ. LPG gas shortage is very evident. അറിയാലോ, ഓൾമോസ്റ്റ് 90% ഓഫ് നമ്മുടെ LPG കംസ് ത്രൂ ദ ഹോർമൂസ് സ്ട്രേറ്റ് അല്ലെങ്കിൽ ഹോർമൂസ് കടലിടുക്ക്. ആൻഡ് ഹോർമൂസ് സ്ട്രേറ്റിൽ ഇപ്പോൾ ഷിപ്പിംഗ് മൂവ്മെന്റ് ഇല്ലല്ലോ. സോ ഗവൺമെന്റ് ഹാസ് ഇംപ്ലിമെന്റഡ് അല്ലെങ്കിൽ ബ്രോട്ട് ഇൻ ടു ഫോഴ്സ് ദ എസെൻഷ്യൽ കമോഡിറ്റീസ് ആക്ട്. അപ്പോൾ ആ ഒരു ആക്ട് പ്രകാരം ഇപ്പോൾ നമ്മുടെ ബുക്കിംഗ്സ് അല്ലെങ്കിൽ ഓർഡേഴ്സ് 25 to 45 ഡേയ്സിന്റെ ഗ്യാപ്പിൽ ചെയ്യാൻ പറ്റുള്ളൂ. അങ്ങനെ കുറേ റെസ്ട്രിക്ഷൻസ് ഉണ്ട്. അത് ഈ ഷോർട്ടേജ് അല്ലെങ്കിൽ ക്രൈസിസ് മാനേജ് ചെയ്യാൻ വേണ്ടിയാണ്. അപ്പോൾ അങ്ങനത്തെ ഒരു സിറ്റുവേഷൻസ് വരുമ്പോൾ ഇത് ഡിപ്പെൻഡ് ചെയ്യുന്നവർ, അതായത് വീടുകളിൽ യൂസ് ചെയ്യുന്നവർ, ഹോട്ടൽസ് യൂസ് ചെയ്യുന്നവർ, അവർക്കൊക്കെ ബുദ്ധിമുട്ടുണ്ടാവും. മിക്ക ഹോട്ടൽസിനും ഒരു ഗ്യാസ് സിലിണ്ടർ ഒരു ദിവസം അല്ലെങ്കിൽ 1-2 ഗ്യാസ് സിലിണ്ടേഴ്സ് ഒരു ദിവസം വേണ്ടി വരുന്ന ഹോട്ടൽസ് ഒക്കെയാണ്, റെസ്റ്റോറൻറ്റ്സും. ആൻഡ് 70% ഓഫ് ആ ഒരു ഇൻഡസ്ട്രി ഇപ്പോൾ ക്ലോസ്ഡ് ആണ്. കാരണം അവർക്ക് ഗ്യാസ് കിട്ടാനില്ല. എല്ലാവർക്കും വിറകടുപ്പ് വെക്കാനുള്ള സ്ഥലവും സൗകര്യവും ഇല്ല. ആൻഡ് വിറകടുപ്പ് ഉള്ളവരാണെങ്കിൽ തന്നെ വിറകിൻ്റെയും പ്രൈസ് കൂടിക്കൊണ്ടിരിക്കുകയാണ്. ലോട്ട് ഓഫ് ഫാക്ടേഴ്സ്. അപ്പോൾ ഇപ്പോൾ ഒരു 2 കപ്പൽ അവിടുന്ന് ഇറാൻ വിട്ടു നൽകുന്നുണ്ട് ടു മൂവ് സേഫ്ലി ത്രൂ ദ സ്ട്രേറ്റ് ഓഫ് ഹോർമൂസ്. ആൻഡ് അതിന് നേവിയുടെ പ്രൊട്ടക്ഷനും കൂടെ ആയിട്ടാണ് വരുന്നത്. മേ ബി ആ 2 ഷിപ്സ് വരുമ്പോൾ കുറച്ചെങ്കിലും ഒരു ആശ്വാസം ഉണ്ടായേക്കാം. ബട്ട് സ്റ്റിൽ ഈ റെസ്റ്റോറൻറ്റ്സിലൊക്കെ വർക്ക് ചെയ്യുന്നത് മിക്കതും നമ്മുടെ അതിഥി തൊഴിലാളികളാണ്. ആൻഡ് വൺസ് അവർ ജോലിയില്ലാതെ തിരിച്ചു പോയി കഴിഞ്ഞാൽ ഈ റെസ്റ്റോറൻറ്റ് ഓണേഴ്സിനും മറ്റ് ഇവർ എംപ്ലോയ് ചെയ്യുന്നവർക്ക് ഇവരെ തിരിച്ചു കിട്ടാൻ വലിയ പാടാണ്. എസ്പെഷ്യലി ഈദിൻ്റെ ടൈമൊക്കെയാണ്. സോ അങ്ങനെ ഒരു ബുദ്ധിമുട്ടുണ്ട്. വേറെ ലെവൽ ഓഫ് ഇമ്പാക്ട് ഇസ് ദാറ്റ് നമ്മുടെ സ്വിഗ്ഗി, സൊമാറ്റോ, ഗിഗ് എക്കണോമി കൊളാപ്സ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. കാരണം ഹോട്ടൽസ് ഇല്ലാതെ ഇവർക്ക് ഡെലിവറി ചെയ്യാൻ പറ്റില്ല. ക്വിക്ക് കൊമേഴ്സ് ഫോക്കസ് ആയിട്ടുള്ളവർക്ക് ഇപ്പോഴും ബിസിനസ് ഉണ്ടാവുമായിരിക്കും. ബട്ട് 30 to 45% ഓർഡേഴ്സ് ഡിക്ലൈൻ ആയിട്ടുണ്ട്. അപ്പോൾ ഇവരുടെ കാര്യം കഷ്ടത്തിലാണ്. സോ എവിടെയോ നടക്കുന്ന ഒരു യുദ്ധം കാരണം എന്തൊക്കെയാണ് എഫക്റ്റ് ആയി വരുന്നതെന്ന് കണ്ടോ. വേറൊരു ഇൻട്രസ്റ്റിംഗ് ന്യൂസ് അതിനകത്ത് വായിച്ചത്, ഇപ്പോൾ യൂറിയ, ഫോസ്ഫേറ്റ്, ഫെർട്ടിലൈസേഴ്സും നമ്മൾ ഇമ്പോർട്ട് ചെയ്യുന്നുണ്ട്. ആൻഡ് ആ ഇമ്പോർട്ടും നിലയ്ക്കുമ്പോൾ അടുത്ത ഖാരിഫ് സീസണ് പ്ലാൻ ചെയ്യേണ്ടതൊക്കെ ഇപ്പോഴാണ്, അല്ലെങ്കിൽ റാബി സീസണൊക്കെ പ്ലാൻ ചെയ്യുന്ന സമയം ഇപ്പോഴാണ്. അപ്പോൾ ഈ ഫെർട്ടിലൈസർ ഇല്ലാതെ കർഷകർക്ക് ഇത് പ്ലാൻ ചെയ്യാനും പറ്റില്ല. അങ്ങനെ വരുമ്പോൾ ഇനി വരുന്ന മാസങ്ങളിൽ ഫുഡ് ഷോർട്ടേജും ചിലപ്പോൾ വന്നേക്കാം. അങ്ങനെ ഒരുപാട് ഫാക്ടേഴ്സ് ഉണ്ട് ബിക്കോസ് ഓഫ് ദിസ് വാർ. നൗ ഇനി യുദ്ധത്തിൻ്റെ കാര്യം നോക്കുകയാണെങ്കിൽ ഖമനി പോയി കഴിഞ്ഞിട്ട് അടുത്ത ഖമനി പവറിലെടുത്തിട്ടുണ്ട്. ആ ഒരു യുദ്ധം നിർത്താൻ ആലോചിക്കുന്നില്ല. US ട്രംപും അതേപോലെ പിടിവാശിയിലാണ്. അവരുടെ കൂടുതൽ ഫോഴ്സസിന് അല്ലെങ്കിൽ മറൈൻസിന്, US മറൈൻസിന് ഗൾഫിലുള്ള അവരുടെ ബേസ് ക്യാമ്പ്സിൽ ഡിപ്ലോയ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. സോ ലെറ്റ്സ് സീ ഹൗ ഇറ്റ് വുഡ് ഗോ. US കാര്യം പറഞ്ഞപ്പോഴാണ് ഓർത്തത്, നമ്മുടെ മുകേഷ് അംബാനി റിലയൻസ് ഗ്രൂപ്പ് US $300 ബില്യൺ ഡീലായിട്ട് പോയിട്ടുണ്ട്. ഇറ്റ്സ് ഫോർ സെറ്റിംഗ് അപ്പ് എ ന്യൂ റിഫൈനറി. ട്രംപ് ഇത് വളരെ ഹിസ്റ്റോറിക് ആയിട്ടുള്ള ഡീൽ, 50 years ബിഗ്ഗസ്റ്റ് ഡീൽ എന്നൊക്കെയാണ് വിശേഷിപ്പിച്ചിരിക്കുന്നത്. ഇത്രയും വലിയൊരു റിഫൈനറി വരുമ്പോൾ ട്രംപിന് കുറച്ചും കൂടെ സ്ട്രോങ് ആയിട്ട് പോയി യുദ്ധം ചെയ്യാൻ പലയിടത്തും. കാരണം ദിൽ ബി സെൽഫ് റിലയൻറ്റ് ടു പ്രോസസ്, ആ ക്രൂഡ് പ്രോസസ്സ് ചെയ്യാനുള്ള റിഫൈനറിയാണ് മുകേഷ് അംബാനി കൊണ്ടുവരുന്നത്. ആൻഡ് ഇറ്റ്സ് എ ഹിസ്റ്റോറിക് വൺ. ലാസ്റ്റ് 1-2 മാസം നമ്മുടെ ഇൻഡിഗോ ഒരു വലിയ ക്രൈസിസിൽ പെട്ടിട്ടുണ്ടായിരുന്നല്ലോ. ഇൻഡിഗോയുടെ ഫ്ലൈറ്റ്സ് ടേക്ക് ഓഫ് ചെയ്യാൻ പറ്റിയില്ല. കാരണം DGCA പൈലറ്റ്സിന് റൂൾ ചേഞ്ച് ചെയ്തു. ആ ഒരു ഇഷ്യൂസൊക്കെ ഉണ്ടായിരുന്നല്ലോ. വലിയ അപ്പോളജിയൊക്കെ അവർ കൊണ്ടുവന്നു. ആൻഡ് ആഫ്റ്റർ ഓൾ ദോസ് ഡ്രാമ അവരുടെ CEO റിസൈൻ ചെയ്തേക്കാണ്, പീറ്റർ എൽബേഴ്സ്. ബട്ട് റീസൺ സ്പെസിഫൈ ചെയ്തേക്കുന്നത് പേഴ്സണൽ റീസൺസ് എന്നാണ്, അല്ലാതെ ഈ കാരണങ്ങളോടൊന്നല്ല എന്നാണ് പറയപ്പെടുന്നത്. ബട്ട് ഇഫ് യു നോ യു നോ. ആൻഡ് ഇനി സിഇഒയുടെ പൊസിഷൻ ഇൻ്ററും CEO പോലെ ആയിട്ട് ഇൻഡിഗോയുടെ co-founder ആയിട്ടുള്ള രാഹുൽ ഭാട്ടിയ ആയിരിക്കും ഇൻഡിഗോയെ ലീഡ് ചെയ്യുക. Next news is regarding Blackstone. Blackstone is one of the world's biggest investment firm. അവരുടെ ഫണ്ട്സ് ഇപ്പോൾ കൂടുതലും ഇന്ത്യയിലൂടെ ഡൈവേർട്ട് ചെയ്യുന്നുണ്ട്, എസ്പെഷ്യലി ഹെൽത്ത്, ബാങ്കിങ് ആൻഡ് നൗ ഇൻഷുറൻസ് സെക്ടറിൻ്റെ പൊട്ടൻഷ്യൽ മനസ്സിലാക്കിക്കൊണ്ട് ബ്ലാക്ക് എൻ്റർ ചെയ്യാണ് ഈ ഒരു സ്പേസിലോട്ട്. ആൻഡ് അത് ഒരു ജോയിൻറ്റ് വെഞ്ചർ ആയിട്ടാണ് വരുന്നത്. അവർ HDFC ERGOയുടെ CEO ആയിരുന്ന അനൂജ് താഗിയുമായിട്ട് ജോയിൻറ്റ് വെഞ്ചറായിട്ട് തുടങ്ങാനാണ് പ്ലാൻ ചെയ്യുന്നത്. ആൻഡ് ഗ്ലോബൽ ഇൻവെസ്റ്റേഴ്സ് ലവ് ദിസ് സ്പേസ്. കാരണം ഇന്ത്യ ഒരു യങ് പോപ്പുലേഷനാണ്, ലോങ് ടേം ആയിട്ട് ചിന്തിക്കുന്നവരാണ്. എല്ലാവർക്കും ഇപ്പോൾ ഏകദേശം ഫിനാൻഷ്യൽ പ്രൊഡക്ട്സിനെ പറ്റി അവയർനെസ് ഉണ്ട്. ആരും ഇൻഷുറൻസ് എടുക്കാതെ പോകാറില്ല. ആൻഡ് ഇതൊരു ലോങ് ടേം ഡീലാണ്. കുറച്ച് നാളത്തേക്ക് പ്രീമിയംസ് കളക്ട് ചെയ്ത് പേ ഔട്ടും ചെയ്ത്. ബ്ലാക്ക് സംബന്ധിച്ച് ഒരുപാട് ഹോസ്പിറ്റൽസും സ്റ്റേക്ക് അക്വയർ ചെയ്തിട്ടുണ്ട്. എല്ലാത്തിനും ഒരു ബിസിനസ്സായിട്ട് കാണുന്നവരാണ്. ഇപ്പോൾ റീസെൻ്റ്ലി ഫെഡറൽ ബാങ്കിലും
സ്റ്റേക്ക് എടുത്തിട്ടുണ്ടായിരുന്നു, ഓൾമോസ്റ്റ് 9.9% സ്റ്റേക്ക്. സോ പതുക്കെ നമ്മുടെ ഇന്ത്യൻ എക്കണോമി ഒരു US എക്കണോമി പോലെ മാറുവാണ് എന്നാണ് എനിക്ക് തോന്നുന്നത് പേഴ്സണലി. കാരണം ഇവർ വെറുതെ വന്ന് ഇൻവെസ്റ്റ് ചെയ്തിട്ട് പോകുന്നതല്ലോ, ദേ നീഡ് സം റിട്ടേൺ അല്ലേ. അതും 1-2% അല്ല, മാഗ്നിഫിക്കേഷൻ 100x 200x ആണ് അവർക്ക് റിട്ടേൺ വേണ്ടുന്നത്. സോ ഈ സെക്ടേഴ്സിൽ വർക്ക് ചെയ്യുന്നവർ ശ്രദ്ധിക്കണം, ഈ സെക്ടേഴ്സുമായി കസ്റ്റമേഴ്സായിട്ടൊക്കെ നമ്മളും ശ്രദ്ധിക്കണം. കാരണം ദിൽ ട്രൈ ടു എക്സ്പ്ലോയിറ്റ്. ഓൾസോ they bring new capital as well as expertise. The chances for exploitation is also as high as customer service അല്ലെങ്കിൽ the overall improvement in the user experience. So that is something നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്. So yeah, that's it. നമ്മളിന്ന് LPG ഷോർട്ടേജും ഇൻവെസ്റ്റ്മെന്റ് ആസ് വെൽ ആസ് ജിയോ പൊളിറ്റിക്സ് ആണ് ഡിസ്കസ് ചെയ്തത്. ഇനി അങ്ങോട്ടും ന്യൂസുകൾ കിട്ടാൻ വളരെ പാടായിരിക്കും, ബിക്കോസ് കേരളത്തിൽ ഇപ്പോൾ എലക്ഷൻ അനൗൺസ് ചെയ്തിട്ടുണ്ട്. എലക്ഷൻ അനൗൺസ് ചെയ്ത് കഴിഞ്ഞാൽ എല്ലാ ന്യൂസ് പേപ്പറും, നിങ്ങൾ ന്യൂസ് പേപ്പർ നോക്കുന്ന ഒരാളാണെങ്കിൽ പൊളിറ്റിക്സ് മാത്രമേ ഉണ്ടാവുള്ളൂ ഇനി അങ്ങോട്ട്. ആൻഡ് ന്യൂസ് കളക്ട് ചെയ്യാൻ ഇനിയും പാടായിരിക്കും. വെൽ ട്രൈ മൈ ബെസ്റ്റ്. മേ ബി അതർ സോഴ്സസ് വെച്ച് നമുക്ക് വീഡിയോസ് ചെയ്യാം. സ്പോർട്സും എൻ്റർടൈൻമെൻറ്റും ഐ തിങ്ക് ന്യൂസുകൾ ഉണ്ടാവും. കാരണം സ്പോർട്സ് ഫോളോ ചെയ്യുന്ന ഒരാളാണെങ്കിൽ, കേരള ബ്ലാസ്റ്റേഴ്സ് അല്ലെങ്കിൽ ISL ഒക്കെ ഫോളോ ചെയ്യുന്ന ഒരാളാണെങ്കിൽ ഒരു ഹാപ്പി ന്യൂസ് ഉണ്ടായിരുന്നു. ലാസ്റ്റ് മാച്ച് കേരള ഫൈനലി ടൈ ആയി. 4 മാച്ച് കണ്ടിന്യൂസ്ലി തോറ്റുകൊണ്ടിരിക്കുകയായിരുന്നു. ആൻഡ് 5th മാച്ച് ഡേ ഗോട്ട് എ ഡ്രോ. ആൻഡ് പോയിന്റ് ടേബിളിൽ അല്ലെങ്കിൽ ലീഗ് ടേബിളിൽ സെക്കൻഡ് ലാസ്റ്റ് ആയിട്ട് ഇപ്പോൾ നിൽക്കുന്നുണ്ട് വിത്ത് 1 point. ക്രിക്കറ്റ് നോക്കുകയാണെങ്കിൽ IPL ഇസ് കമ്മിങ് സൂൺ. ഈ മാസം അവസാനം IPL സ്റ്റാർട്ട് ചെയ്യും. ഈ എൻ്റർടൈൻമെൻറ്റ് നോക്കുകയാണെങ്കിൽ നമ്മുടെ ഒരുപാട് റിലീസസ് വരുന്നുണ്ട്. ആട് 3 വരുന്നുണ്ട്. ഹിന്ദിയിലാണെങ്കിൽ ബോളിവുഡ് ആണെങ്കിൽ ദുരന്തർ വരുന്നുണ്ട്. എല്ലാ ഇൻഡസ്ട്രിയിലും ആൻറ്റിസിപ്പേറ്റഡ് റിലീസസ് ഉണ്ട്. അപ്പോൾ എല്ലാവരും അതൊക്കെ പോയി ഒന്ന് കാണാം, എൻജോയ് ചെയ്യാം. ദാറ്റ്സ് ഇറ്റ്. ആൻഡ് യാ, സീ ഇൻ ദ നെക്സ്റ്റ് വൺ. ബട്ട് ഈ സീ ഇൻ ദ നെക്സ്റ്റ് വൺ ആവണമെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണം. സോ ഡോണ്ട് ഫർഗെറ്റ് ടു സബ്സ്ക്രൈബ് ആൻഡ് ലൈക്ക് ദ വീഡിയോ ഇഫ് യു ലൈക്ക് ഇറ്റ്. ബൈ ബൈ.